ഹായ് ഹലോ PSC ക്യാപ്സ്യൂൾ ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികൾ അല്ലേ? 44 നദികളാണ് കേരളത്തിലുള്ളത്. അന്നപ്പോൾ ഈ നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. എന്താണ് പറഞ്ഞത്? 1974 കേരള സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. അതിൽ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 15 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളാണ് നമ്മുടെ 44 നദികളായി കണക്കാക്കുന്നത് അല്ലേ? കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് ചോദിച്ചാൽ 44 നദികൾ. അതിൽ മൈനർ നദികൾ എത്രയുണ്ട്? മൈനർ നദികൾ 40 എണ്ണം. അതുപോലെ തന്നെ മീഡിയം നദികളോ 4 എണ്ണം അല്ലേ? 4 എണ്ണവും. അപ്പോൾ ഇതിന് മുൻപ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മീഡിയം നദികളുടെ എണ്ണം എത്രയാണ്, കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതൊരു ചോദ്യം ഉണ്ടായിരുന്നു. മീഡിയം നദികളുടെ എണ്ണം 4 ആണ്. ഏതൊക്കെയാണ് ആ മീഡിയം നദികൾ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. മീഡിയം നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. മറക്കാതെ പഠിക്കുക. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിവയാണ് മീഡിയം നദികൾ. കൂട്ടത്തിൽപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിവ ഓർത്തു വെക്കുക. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 നദികളാണ് അല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41 എണ്ണം. അതേസമയം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണോ 3 എണ്ണം അല്ലേ? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 എണ്ണം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലേ? അതിൽ ഏറ്റവും വലുത് ഏതാണ്? കബനി നദി. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണുള്ളത്? 11 നദികളാണുള്ളത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ 11 എണ്ണമാണ് കേരളത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഒന്ന് ഓർത്ത് നോക്കിയേ. മഞ്ചേശ്വരം പുഴയാണല്ലേ? കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയോ? നെയ്യാറാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണല്ലേ? പെരിയാറിൻ്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്ററാണ് കേട്ടോ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം നദി. രാമപുരം നദിയാണ് 19 കിലോമീറ്ററാണുള്ളത്. അത് മഞ്ചേശ്വരം പുഴയും രാമപുരം നദിയുമായിട്ട് മാറിപ്പോരുത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴ. പക്ഷേ അതേപോലെ തന്നെ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ രാമപുരം നദിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയും കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. അതേസമയം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ആൻസർ എന്താണ്? അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അയിരൂർ പുഴ. 17 കിലോമീറ്ററാണ് കേട്ടോ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയോ? അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ നദി അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും അയിരൂർ പുഴയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കബനി നദിയാണ്. അതുപോലെ തന്നെ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ചെറിയ നദിയോ? ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാറാണ്. ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവം എവിടെയാണ്? ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടമാണ് കേരളത്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനം.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറിനെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 244 കിലോമീറ്റർ അല്ലേ? 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും വലിയ നദിയായ പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ. ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചൂർണി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ മറ്റൊരു നദിയെ കൂടി പരാമർശിക്കുന്നുണ്ട്. ഏതാണ് ആ നദി? പമ്പയാണ്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികളാണ് പെരിയാർ, പമ്പ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും നമ്മുടെ പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണ്? അത് പെരിയാറാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ ഏത് നദീതീരത്താണ് കാലടി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെരിയാറിൻ്റെ തീരത്താണ്. മലയാറ്റൂർ പള്ളി, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം, ആലുവ അദ്വൈതാശ്രമം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദീതീരത്താണ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് എന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാറാണല്ലേ. ചൂർണി, പൂർണ്ണ എന്നൊക്കെ വിളിക്കുന്നത് പെരിയാറിനെയാണ് അല്ലേ. പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാമാണ്? മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലപ്പുഴ ഇതെല്ലാം പെരിയാറിൻ്റെ പോഷക നദികളാണ്. പോഷക നദികൾ പെരിയാറിൻ്റെത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മുല്ലയാർ, മുതിരപ്പുഴ. മുല്ല, മുതിര, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മംഗലപ്പുഴ. അപ്പോൾ ആദ്യം പെരിയാറിനോട് ചേരുന്ന ഏത് പോഷക നദിയാണ്? മുല്ലയാറാണ്. ഈ മുല്ലയാറും പെരിയാറും ചേരുന്ന ഭാഗത്താണ് നമ്മളെ മുല്ലപ്പെരിയാർ ഡാം ഉള്ളത് കേട്ടോ. അപ്പോൾ പെരിയാറിനെയും മുല്ലയാറിനെയും സംഗമ ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? മുല്ലയാറാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പിന്നെ പെരിയാർ നദി ആലുവയിൽ വെച്ചിട്ട് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. പെരിയാർ നദി രണ്ടായിട്ട് പിരിയുന്നത് മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിയുന്ന സ്ഥലമാണ് ആലുവ. ആലുവയിൽ വെച്ചിട്ട് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഏതൊക്കെയായിട്ടാണ്? മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ. അതിൽ മംഗലപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? മംഗലപ്പുഴ പതിക്കുന്ന സ്ഥലം ചാലക്കുടി പുഴയിലാണ് പതിക്കുന്നത്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പെരിയാർ നദിയാണ് കേട്ടോ. ആലുവ പുഴയുടെ തീരത്ത്, നമ്മൾ ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. പെരിയാർ നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. പെരിയാർ നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം. അന്നപ്പോൾ പെരിയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? പെരിയാർ എവിടെയാണ് പതിക്കുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവയൊക്കെയാണ് പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. എന്തൊക്കെയാണ്? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ ഇവയാണ് പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. മറന്നു പോകാണ്ട് പഠിക്കണം. പള്ളിവാസൽ, ചെങ്കുളം ഒക്കെ ഏത് നദിയിലാണ്?